ഇന്നുണ്ടല്ലോ നോക്കിയേ, നല്ല അടിപൊളി ടേസ്റ്റില് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഉപ്മാവ്. പെർഫെക്റ്റ് എന്ന് പറയാം, കാരണം അത്ര അടിപൊളിയാണ്. അതുകൊണ്ട് പറയുന്നത് ഇത് സിമ്പിൾ അല്ല കേട്ടാ, കുറെ ഐറ്റംസുകൾ ഉണ്ട്. പക്ഷെ അതിനനുസരിച്ചിട്ട് അടിപൊളിയാണ്. നല്ല 5 സ്റ്റാർ ഉപ്മാവ് തന്നെ പറയാം. നോക്കിയേ, നമ്മൾ ഉപ്മാവ് നോക്കറാ എങ്ങനെയുണ്ട് സംഭവം. നമുക്ക് ഉണ്ടാക്കി നോക്കണ്ടേ? വാടോ, നമുക്ക് കാണിച്ചു തന്നെ. വാ, എപ്പോഴത്തെയും പോലെ തന്നെ നമ്മൾ ഉപ്മാവ് തന്നെ ആദ്യം ഇങ്ങനെ കാണിച്ചു തരാം. ഇതാ ഇങ്ങനെ ഓപ്പണാക്കി വെച്ചിട്ട് നല്ല മൊഞ്ചാക്കി വെച്ചിട്ടുണ്ട്. ഉപ്മാവ് ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫുള്ള് വീഡിയോ കണ്ടാൽ മതിയല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ഫുള്ള് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തേക്ക്. എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങിയാലോ. ആദ്യം തന്നെ ഗ്യാസ് സ്റ്റവ് കത്തിക്കുന്നു, ഒരു പാന് വെക്കുന്നു. 1 ഗ്ലാസ് റവയാണേ, അതങ്ങോട്ട് ഇടുന്നു. വറുത്താണെങ്കിൽ എല്ലാവരും ഒന്നുകൂടി വറക്കണം. വറുക്കാത്താണെങ്കിൽ കുറച്ച് അധികം ടൈം വറക്കണേ. ഇതിപ്പം വറുത്തായതുകൊണ്ട് ഒരു 3 മിനിറ്റ് അങ്ങനെ ഞാൻ വറുത്തിരിക്കുന്നത്. നല്ലോണം വറുക്കുക, ചൂടായി ഇതാ. അധികം ഓവർ ചൂട് വേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ നല്ലോണം വറുത്തെടുക്കുക. ഇനി അത് മാറ്റി വെച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് വെക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഓയിലേ, 1 ടേബിൾ സ്പൂണേ വേണ്ടി കേട്ടോ. അത് ഒഴിച്ചെടുത്ത് നല്ലോണം കാനാലിൻ്റെ അതിലേക്കൊരു 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുന്നത്. കടുക് പൊട്ടി വരുമ്പോഴല്ല 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് അങ്ങോട്ട് കൊടുക്കുന്നത്. ഇനി എന്താ വേണ്ടി അതിലേക്ക് കാഷ്യൂ നട്ട്സ്, ഒരു 5-8 കാഷ്യൂ നട്ട്സും നമ്മുടെ അണ്ടിപ്പരിപ്പ് അതും ഇട്ടെടുത്ത് നല്ലോണം നേരം വഴറ്റിയെടുക്കാം. എന്താ ഇതുമാതിരി ചെറിയൊരു ഫ്രൈ, ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുന്നവരെ നമുക്ക് വറുത്തെടുക്കാൻ. അധികം കറുക്കാൻ പാടില്ല, അതുപോലെ കരിയാനും പാടില്ല, ഓവർ തീയും പാടില്ല. ഒരു ഇളം ബ്രൗൺ കളറില്ലേ, അതാകുന്നവരെ വറുത്തെടുക്കാൻ. ഇനി അതിലേക്ക് ഉണ്ടല്ല ഒരു 3 ചെറിയ പീസ് വറ്റൽ മുളക് ഇട്ടെടുത്ത്, പിന്നെന്താ ഇഞ്ചി ചെറുതായി മുറിച്ച് ഇഞ്ചി കുറച്ച് മതിയേ, അതും ഇട്ടെടുത്ത്. പിന്നെന്താ ഇടേണ്ടത്, പച്ചമുളക്, ഒരു പച്ചമുളക് അതും ചെറുതായി മുറിച്ചത്. ഇനി എന്താ വേണ്ടത്, ഉള്ളിയില്ലേ, ചെറിയൊരു ഉള്ളിയാണ്, അത് ചെറുതായി മുറിച്ചത്. സവോള ചെറുതായി മുറിച്ചത്. എല്ലാം ഇട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. അതാ നല്ലോണം വഴറ്റുക. കുറേ വേവയൊന്നും വേണ്ട, ഒരു മീഡിയം ആകുമ്പോഴേക്ക് നമുക്ക് അതിനെ മാറ്റാം. ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണേ, കരിയാനോ അധികം ഓവർ വേവാനൊന്നും പാടില്ല. അപ്പോൾ ഇനി നമുക്ക് എന്താ വേണ്ടി, അതിലേക്ക് ക്യാരറ്റ്, ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായി മുറിച്ചിട്ട് കൊടുത്ത്. നിങ്ങൾക്ക് എന്ത് പച്ചക്കറി വേണ്ടി അത് ഇടേ. ഇനി അതിലേക്ക് ഉണ്ടല്ലോ ഞാനിട്ടത് ക്യാപ്സിക്കമാണ്. എൻ്റെ അടുത്ത് ഉണ്ടായത് റെഡും ഗ്രീനും ക്യാപ്സിക്കമാണ്, അതിട്ട് പിന്നെ കറിവേപ്പില ഇട്ട്. ഇനി എന്ത് ചെയ്യുക, നല്ലോണം ഇളക്കി കൊടുക്കാൻ. ഇതൊരു കുറച്ച് വേവണം, ഒരു 3-4 മിനിറ്റ് ഒന്ന് വേവണം. നല്ലോണം ഇളക്കി കൊടുക്കാൻ. എന്നിട്ടൊരു അടച്ചിട്ട് ഒരു 2 മിനിറ്റ് നമ്മൾ വേവിക്കുന്നു. നോക്കിയേ, ആ ക്യാരറ്റും ആ ക്യാപ്സിക്കോലും ഒരു മീഡിയം ലെവലേ വേണ്ടേ, ഭയങ്കര ഓവർ വേവ് വേണ്ട. ടോട്ടൽ ഒരു 5 മിനിറ്റ് വേവ്. ഇനി അടച്ചു വെച്ച് 2 മിനിറ്റ് കൂടി. അങ്ങനെ നമ്മളെ 2 മിനിറ്റായി. ഇനി അത് തുറന്ന് നോക്കാം. നോക്കിയേ, ഇനിയുണ്ടല്ലോ നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഉപ്പ് എങ്ങനെ ടേസ്റ്റ് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതിയേ. പിന്നെ നല്ലോണം ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നത്, ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണേ. ഇനി എന്താ വേണ്ടി നമുക്ക്, അതാണ് നല്ലോണം വേകുമ്പോഴേക്കില്ലേ ഞാൻ അപ്പുറം എന്ത് വെച്ചിട്ടുണ്ട്, നമ്മളെ റവ വറുത്തത് അതെടുത്തിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നത്. പതുക്കെ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇത് വേറൊരു സ്റ്റൈലാണ്. പൊതുവേ വെള്ളം ഒഴിച്ചിട്ട് റവ ഇടുന്നുണ്ട്, ഞാൻ ഈ രീതിയിലാണ് ഇന്ന് ഉണ്ടാക്കിയത്. ഇനി നല്ലോണം ആ മസാല അതൊക്കെ ആ റവയിലേക്ക് നല്ലോണം പിടിപ്പിക്കുക, ആ വറുത്ത റവയിലേക്ക്. ഇതാ ഇതുപോലെ ഉണ്ടല്ലോ നല്ലോണം ഇളക്കി കൊടുക്കാൻ, അത് ശരിക്കും പിടിക്കണം. ഇനി അതിലേക്ക് ഉണ്ടാകാം 1 ടീസ്പൂൺ നമ്മൾ ഗീ ഇല്ലേ, ആ ഗീയും അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതാ ഇതുപോലെ ഗീ അങ്ങ് ഒഴിച്ചെടുത്ത് ആ ഗീയും അതിലേക്ക് നല്ലോണം പിടിപ്പിക്കുക. പിന്നെ നമ്മൾ 1 ഗ്ലാസ് റവക്കില്ലേ 3 ഗ്ലാസ് വെള്ളമാണ്, അത് ഇപ്പുറം തന്നെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല ചൂടുവെള്ളം തന്നെ ഒഴിക്കണം. നോക്കിയേ, ഇനി നമുക്ക് അതെടുത്തിട്ട് ഈ ഇതിലേക്ക് ആ ചൂടുവെള്ളം ഉണ്ടല്ലോ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ പൊതുവേ ആദ്യം വെള്ളം ഒഴിച്ചിട്ടാക്കല്, ഇത് വേറൊരു സ്റ്റൈലാണ്. ഇനി എന്ത് ചെയ്യാം, അടച്ചു വെച്ചിട്ട് വേവിക്കല്ല വേണ്ടി നല്ലോണം ഇളക്കി കൊടുക്കുക. ആ ഇളക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ തനി ആ വെള്ളം അങ്ങനെ വറ്റി വരും. നോക്കിയേ, പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാൻ. ഇളക്കുക. അപ്പോൾ നല്ലോണം ഇളക്കി നല്ല സോഫ്റ്റ് അടിപൊളി ഉപ്പാവായിട്ട് വരുമേ. നോക്കിയേ, പൊതുവെ നമ്മൾ ആദ്യം ചെയ്യാൻ വെള്ളം ഒഴിച്ച് അങ്ങ് അടച്ചു വെക്കല്ലേ, ഇതങ്ങനെയല്ല കേട്ടോ, ഇത് ഈ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾ. നോക്കി ഈ മാതിരി എല്ലാം വറ്റി വന്നിട്ട് നോക്കിയേ. ഇനി നമ്മളുണ്ടല്ല ഒരു 1/2 കപ്പ് പാല്, 1/2 ഗ്ലാസ് കേട്ടോ, 1 ഗ്ലാസ് റവക്ക് 1/2 ഗ്ലാസ് പാലും ഒഴിച്ചു കൊടുക്കുന്നത്. ആ വെള്ളം ലേശം വറ്റിയതിന് ശേഷം ഇത് ഒഴിക്കുന്നത്. ഇനി അതിലേക്കുണ്ടല്ലോ വേറൊരു ഐറ്റമുണ്ട്, തേങ്ങ ചിരവിയത്. അത് എത്രയൊന്നും 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്ത് കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട് കേട്ടോ, അതൊരു അടിപൊളി ടേസ്റ്റ് വരും. അതിനെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നോക്കിയേ, നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇതാ അതെല്ലാം പെട്ടെന്ന് പിടിച്ചോളൂ അത് ഇങ്ങനെ. ഇപ്പോൾ ചെറിയ ലോ ഫ്ലെയിമിലാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പം എന്താ ഗ്യാസ് ഓഫ് ചെയ്തിട്ടല്ലേ, ആ ചൂടിൽ തന്നെ അത് ഇതായിക്കോളുവേ. ഇതിനെല്ലാം ശരിക്കും മറിച്ചിട്ട് ആ പാലും എല്ലാം നല്ല മിക്സായി വരട്ടെ അതിൻ്റെ കൂടെ. നോക്കിയേ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടച്ച് വെച്ചിട്ടുണ്ടല്ലോ ഒരു 5 മിനിറ്റ് അവിടെ നിൽക്കട്ടെ. 5 മിനിറ്റ് ഇപ്പോൾ കുക്കൊന്നും ചെയ്യുന്നില്ല, ആ ചെറിയ തീയിലുണ്ടല്ലോ
ആ ചൂടിൽ അങ്ങ് വെന്തോളും. തീ ഓഫിലുള്ളതേ. 5 മിനിറ്റ് അങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ. ഇതാ ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. ഇനി ഒന്ന് കുറച്ചൊന്ന് ഇളക്കി കൊടുക്കുക. നോക്കിയേ എന്തൊരു സോഫ്റ്റാണെന്നറിയാം. ഇനി നമുക്കിത് നേരെ ഒരു ബൗളിലേക്ക് അങ്ങ് കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുക്കാം. നോക്കിയേ. ഇനി ബൗളിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. പതുക്കെ അതിനെ എടുക്കണ്ടേ നമുക്ക്. അതിൻ്റെ മൊഞ്ച് സ്റ്റൈലും കാണിച്ചണ്ടേ. നോക്കിയേ പതുക്കെ ഓപ്പൺ ആക്കുന്നുണ്ടേ. തുറക്കട എൻ്റെ പൊന്നൂ. കാണാൻ തന്നെ നല്ല മൊഞ്ചില്ലേ. ഷീൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ ഒന്നൊന്നരയാണ് കേട്ടോ. നല്ല അടിപൊളി സാധനം മക്കളെ. ഇനി നമുക്ക് പതുക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് അതിൽ നിന്ന് എടുക്കണ്ടേ കഴിക്കാൻ വേണ്ടിയിട്ട്. പതുക്കെ സ്പൂൺ കൊണ്ട് ഇതാ ഇതുപോലെ വേദനയ്ക്കല്ല അതിന് പതുക്കെ എടുത്ത്. എൻ്റെ പൊന്നൂ. നമ്മൾ ഉപ്മാവ് നോക്കിയേ, നല്ല അലുവ കഷ്ണം പോലെ ഇല്ലേ. എന്താ ടേസ്റ്റ് എന്നറിയാം ഈ ഉപ്മാവിന്. നമുക്കൊന്ന് കഴിച്ചു നോക്കണ്ടേ. കഷ്ണം കേട്ടെ. ബിസ്മില്ലാ. എൻ്റെ പൊന്നൂ, നല്ല സോഫ്റ്റ് ആയിട്ട് ടേസ്റ്റ് എന്നല്ല പറഞ്ഞില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ടേസ്റ്റ് ഉപ്പാവ് ഉണ്ടാക്കുന്നത്. അടിപൊളി ടേസ്റ്റ്, ഒന്നും പറയാനില്ല. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് തിന്ന് കഴിഞ്ഞിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ അഭിപ്രായമൊക്കെ. എപ്പടി